ZECHIA. ചെക്കിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയ. രണ്ടാമത്തെ മത്സരം. ഈ ചെക്കി എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നത് ചെക്ക് റിപ്പബ്ലിക്, പീറ്റർ ചെക്കിൻ്റെ ചെക്ക് റിപ്പബ്ലിക്. പീറ്റർ ചെക്കിനെ കുറിച്ച് പറഞ്ഞാൽ ചെൽസി ഗോൾ കീപ്പറുടെ തലയിൽ ഇത് വെച്ച് വരുന്ന ചെക്കിനെയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. പക്ഷെ എൻ്റെ മനസ്സിൽ ചെക്ക് റിപ്പബ്ലിക്കിൽ ഏറ്റവും വലിയ ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2004 യൂറോ. ഞാൻ അണ്ണൻ ഫാനാവുന്നതിന് മുമ്പുള്ള കാലം. കാലഘട്ടത്തിൽ സെമിയിൽ ഗ്രീസ് ചെക്കാണ്, ചെക്ക് റിപ്പബ്ലിക്കാണ് സെമി. അന്ന് തോക്കുകയാണ് ചെക്ക് റിപ്പബ്ലിക്. പവേൽ നെദ്വതാണ് അന്ന് ടീമിൻ്റെ ക്യാപ്റ്റൻ തോന്നുന്നു. നെദ്വതാണ് ബാർ പോസ്റ്റിൽ തലവെച്ച് കരയുന്നൊരു സീൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്തായാലും ചെക്കും ഏഷ്യൻ കരുത്തന്മാരായിട്ടുള്ള ദക്ഷിണ കൊറിയയും തമ്മിലുള്ള മത്സരം ശക്തമായ മത്സരം തന്നെയായിരുന്നു. അല്ലേ, നല്ല പ്രെഡിക്റ്റ് ചെയ്തു ഡ്രോ ആവുന്നു. ശക്തമായ മത്സരമൊന്നും പറയാൻ സാധിക്കില്ല. എങ്ങനെ പറയാനാണ്, കൊറിയയുടെ ഒരു ഏകാധിപത്യം തന്നെയായിരുന്നു. തുടക്കം തൊട്ട് അവസാനം വരെ അറ്റാക്കിംഗ് ഫുട്ബോളിന്റെ ഒരു മനോഹാരിതയിൽ കൊറിയക്കാർ ആക്രമിച്ച് കയറുകയായിരുന്നു. സ്പീഡ് ഭയങ്കരമായിട്ടുള്ള സ്പീഡ്, പാസുകൾ, കൃത്യതയാർന്ന പാസുകൾ, പോസ്റ്റിലോട്ട് കൃത്യതയാർന്ന പാസുകൾ പോയി. അത് മുതലാക്കാൻ സൈക്കിൾമാർക്ക് സാധിക്കാതെ വന്നതുകൊണ്ട് മാത്രമാണ് കണ്ടേ. നമ്മുടെ സൺ മണ്ണനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായതിന്റെ കാര്യം എനിക്ക് തോന്നുന്നു. ഒരെണ്ണം അടിച്ച് വെളി കളറിലേക്കായിരുന്നു, ഒരെണ്ണം ഗോളിയുടെ നെഞ്ചത്തടിച്ചു, ഒരെണ്ണം തെന്നി അടിച്ച് വീടും പോസ്റ്റിൽ. നല്ല പാസ്സൊക്കെ ചെയ്തു, അവസരങ്ങൾ മുതലാക്കാൻ സാധിച്ചില്ല. നിർഭാഗ്യവാനാണ് എന്നാണെങ്കിൽ ഉറപ്പായും ഇന്നത്തെ സ്കോർ ലിസ്റ്റിൽ എതിരെ പേരുണ്ടായിരുന്നു. എന്തായാലും അപ്പുറത്ത് കളി ഉറങ്ങി കളിയാച്ചു. ആ ഗോളടിച്ച സമയത്താണ് അവർ കളിയിലേക്ക്. ചെക്ക് എനിക്ക് തോന്നുന്നു ചെക്കിന്റെ ആകെ 1-2 അവസരങ്ങൾ മാത്രമേ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഉള്ളൂ. അതിനകത്ത് ആദ്യം അടിച്ച ഷോട്ട് ഓൺ ടാർഗറ്റ് ഗോളായി. അതും ഒരു നല്ലൊരു അമുട്ടൻ ഗോളായിരുന്നു. ഓടി ഒന്ന് ഹെഡ് ചെയ്യുന്നു, ലോങ് ത്രോ നമ്മളൊക്കെ ഇവിടൊക്കെ സാംസങ് കളിക്കുമ്പോൾ സ്ഥിരമാണ് ലോങ് ത്രോ എറിഞ്ഞിട്ട് ഓടി ഒന്ന് ഹെഡ്. ക്യാപ്റ്റൻ ക്രെജിയാണ് ആ ഗോൾ നേടിയത്. അദ്ദേഹത്തിന് മികച്ച ഹെഡിലൂടെ അദ്ദേഹം ആ സെറ്റ് പീസ് മുതലാക്കി. പക്ഷെ തിരിച്ചുള്ള ഗോളില് സ്ക്രീനായിട്ട് നിൽക്കുന്നത് കൊറിയയുടെ ആദ്യത്തെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളിയും ഒരു ഡിഫൻഡറും വീണ് കിടക്കുന്നു. അതിനിടയ്ക്കൂടാണ് ഈ പറഞ്ഞ ക്രേജി പുറകെ ഓടി തടുക്കാവുന്ന ഒരു ഗോളാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ ഗ്രൗണ്ടിൽ ആ വീണ് കിടന്ന 4-ാം നമ്പർ താരം ഡിഫൻഡർ അദ്ദേഹം വീണ് ഗോളിന്റെ ഫ്രണ്ടിൽ പോയി വീണ്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കില്ല. ഒരു ഡിഫൻഡർ അങ്ങനെയൊക്കെ കളിക്കാവുന്ന ഒരു ഗോളിന് വരുമ്പോൾ മുട്ടുകുത്തിന്ന് കൊടുത്ത പോലെ ആയിപ്പോയി. ഈ ക്രേജിക്ക് തടുക്കാമായിരുന്ന ഒരു ഗോളായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും പക്ഷെ നിർഭാഗ്യവശാൽ ഡ്രോ മേടിക്കുന്നു. അത് കഴിഞ്ഞ് കൊറിയയുടെ ഗോൾ നല്ല പാസിംഗ് ഗെയിമിന്റെ രണ്ടാമത്തെ ഗോളിന് മുമ്പ് ഒരു ഗോൾ ചെക്ക് അടിച്ചു, പക്ഷെ അത് ഓഫായി. അവിടെ കൊറിയയുടെ ഈ ഒരു ഏറ്റവും വലിയ ദൗർബല്യം നമുക്കിവിടെ പറയാൻ പറ്റില്ല. ഒരു സെറ്റ് പീസിനെ മുതലായിരുന്നു, ഹൈറ്റും സെറ്റ് പീസ് രണ്ട് ഹെഡിങ് ഗോളുകളായിരുന്നു. മറ്റേത് ഓഫ് ആയതുകൊണ്ട് മാത്രമാണ്. എനിക്കൊന്നു വിങ്ങുകളിൽ നിന്നുള്ള ക്രോസിൽ തലവെക്കുന്നതിന് ചെക്ക് താരങ്ങൾക്ക് ഒരു കഴിവുണ്ട്. അത് തടുക്കാൻ കൊറിയക്ക് സാധ്യതയുണ്ട്. അത് അടുത്ത കളികളിൽ കൊറിയയുടെ ദൗർബല്യമാണ്. അതുപോലെ തന്നെ കൊറിയ നന്നായി ത്രൂ ബോൾ കളിക്കുന്നു. ഈ ത്രൂ ബോളുകളെ തടുക്കാൻ ചെക്കിന് പറ്റിയില്ല. അത് രണ്ടും ഒരു ചിന്തയായിട്ട് അടുത്ത കളികളിൽ ഇത് ദൗർബല്യമായിട്ട് കണ്ടെത്തുകയും. എന്തായാലും രണ്ടാമത്തെ ഗോൾ മനോഹരമായിരുന്നു. പക്ഷെ അവസാനം രണ്ടാമത്തെ ഗോൾ ചെക്ക് ഒന്ന് ഉണർന്ന് ഇഞ്ചുറി ടൈമിൽ നല്ലൊരു അവസരം. അതെ, ബോക്സിനകത്തുനിന്ന് ഒരു ഷോട്ട്, നല്ലൊരു വെടിയുണ്ട എടുക്കാനുള്ള സമയത്ത് ഒരു ഗ്രൗണ്ടർ കളിച്ച് ഗോളിയുടെ കയ്യിലേക്ക്. അതിന് മുമ്പ് ഒരു ഷോട്ട്, അത് ഷോട്ടുകൾക്കൊന്നും പവർ ഇല്ലാത്ത ചെക്കിനെയാണ് കണ്ടത്. അവരുടെ മെയിൻ ടോപ്പ് സ്കോർ, യൂറോപ്പിലൊക്കെ പോയ ടോപ്പ് സ്കോർ ആയിരുന്ന പ്ലെയർ, അദ്ദേഹത്തെ കളി കണ്ടതേ ഇല്ല. ഷിക്കിനെ കളി കണ്ടതേ ഇല്ല. അദ്ദേഹത്തിനും ഓരോ ഐക്കൺ താരങ്ങൾ ഉണ്ടായിരുന്നു. 64 മിനിറ്റിൽ തന്നെ ഷിക്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നു. എന്തായാലും ഏഷ്യൻ കരുത്തന്മാരായിട്ടുള്ള 2002 സെമി ഫൈനലിസ്റ്റുകളായിട്ടുള്ള 4ാം സ്ഥാനക്കാരായ കൊറിയ 1-2 ഗോളുകൾക്ക് വിജയിച്ചു. കഴിഞ്ഞ വേൾഡ് കപ്പിലെ പോലെ തന്നെ ഈ വേൾഡ് കപ്പിലും ഒരു ഏഷ്യൻ പടയോട്ടം തന്നെ. 3 വേൾഡ് കപ്പായിട്ട് ഏതെങ്കിലും ഒരു വമ്പൻ ടീമിനെ അട്ടിമറിക്കുന്നുണ്ട് കൊറിയ. എന്തായാലും കൊറിയയുടെ പോരാട്ടങ്ങൾ ഇത്തവണ എവിടെ വരെ എത്തുമെന്ന് കണ്ടറിയാം. 1 ഗോൾ ഡിഫറൻസ്, 3 പോയിന്റ്. 2ാം സ്ഥാനത്ത് മെക്സിക്കോ, 2ാം സ്ഥാനത്ത് കൊറിയ, 3ാം സ്ഥാനത്ത് ആരായിരിക്കും? ചെക്കാകും. ഡിഫറൻസ് അനുസരിച്ച് ചെക്കായിരിക്കും. ഗ്രൂപ്പിന്റെ അവസാന സ്ഥാനത്തായി ദക്ഷിണാഫ്രിക്ക. ആദ്യത്തെ റൗണ്ട് അവസാനിക്കും. ഓക്കെ, എങ്ങനെ അടുത്ത റൗണ്ടിൽ കളികൾ കണ്ടറിയാം.